ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ചയ്ക്കൊരു ലുഹറിന് ശേഷമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം നിസ്കാരമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് നേരം പ്രെയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ഖുർആൻ ഓതലും കാര്യങ്ങളൊക്കെ നിസ്കാരത്തിന് ശേഷമാണ്. അപ്പോൾ അത് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു 3 o'clock ആകുമ്പോഴാണ് കിച്ചണിലേക്ക് കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇളയ മോന് എപ്പോഴും റൈസാണ് കേട്ടോ ഇഷ്ടം. പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം റൈസും മന്തിയൊക്കെയാണ്. അപ്പോൾ എന്നാൽ ഇന്ന് കുറച്ച് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രോൺസ് ബിരിയാണിയുടെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എൻ്റെ ചാനലിൽ. ഞാനിവിടെ ലിങ്ക് ഐ ബട്ടൺ കൊടുക്കാം. അപ്പോൾ പ്രോൺസ് അവിടെ റെഡി ആവുന്ന സമയത്ത് നമുക്ക് ഗീ റൈസിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒരേ സമയത്താണ് കേട്ടോ മസാലയും അതുപോലെ തന്നെ റൈസും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് നമുക്ക് കിച്ചണിൽ നിന്ന് പോകാമല്ലോ.
റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെറിയ പാത്രമാണ് എടുത്തത്, പക്ഷേ ഇപ്പോൾ റൈസ് ഒരു ഇച്ചിരി അധികമാണ്. കാരണം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ. ചായ, സ്നാക്സ്, ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ നോർമൽ ഡേയിൽ കഴിക്കുന്ന അത്രയും കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് മീൻസ് നന്നായിട്ട് തന്നെ റൈസ് എടുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് ദമ്മിട്ട് റെഡിയാക്കി എടുത്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ 2 ദിവസത്തേക്കുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഇതെനിക്ക് തലേദിവസം എൻ്റെ നെയ്ബർ തന്നതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അവർക്ക് വേറെ ആരോ ഫ്രണ്ട് കൊടുത്തതാണ്, ക്യാപ്സിക്കവും ടൊമാറ്റോയും. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്ത ടൊമാറ്റോ ഇതാണ് കേട്ടോ. ക്യാപ്സിക്കം യൂസ് ചെയ്തിട്ട് മന്തിയൊക്കെ ഞാൻ എൻ്റെ തലേദിവസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്രെഡ് പോക്കറ്റ്സിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നേരത്തെ അതിൻ്റെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സവോളയിൽ നിന്നും അതുപോലെ തന്നെ കുക്കുംബറിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് പാല് തിളപ്പിക്കാനും വെക്കാം. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് കോഫിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കുമ്പോൾ. കാരണം കോഫിയാണെങ്കിൽ മക്കൾ 1 ഗ്ലാസ് വീതം കുടിക്കും. അപ്പം കോഫി നോമ്പ് തുറന്നതിന് ശേഷം നല്ലതാണോ എന്നറിയില്ല, എന്നാലും മക്കൾ കുടിക്കുന്നതുകൊണ്ട് എന്താണേലും കോഫിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇപ്പം ഞാൻ ഈ ഒരു വർഷം പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചതാണ്. പക്ഷേ നോമ്പിൽ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് കുറച്ച് പഞ്ചസാര ചായയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ക്യാരറ്റും ഒരു കുക്കുംബറും ഒരു ഓനിയൻ, ഒരു സവോളയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ക്യാബേജ് ഇല്ലായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഈ ഫില്ലിങ് ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഈ ഫില്ലിങ് ഇഷ്ടം ആണെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഫില്ലിങ് വെക്കും ഇതിനകത്ത്. അപ്പോൾ ഇത്തിരി ഉപ്പും കുരുമുളകും ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കനോട് ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ചിക്കൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ബ്രെഡ് പീസ് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതാണ് മാറ്റി വെച്ചത്. അപ്പോൾ അതിൽ ഫൈനലി നമ്മൾ മയണൈസ്, ചില്ലി ചേർത്ത മയണൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഹോം മെയ്ഡാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, വെള്ളമായി പോകാതെ നോക്കി ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ് വെള്ളമായി പോകും. അപ്പോൾ എല്ലാം റെഡിയായി ടേബിളിലേക്ക് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം എല്ലാവരും ഒരു 10 മിനിറ്റ് നോമ്പ് തുറക്കുന്നതിന് മുന്നേ ടേബിളിലൊന്നും ഇരുന്ന് എല്ലാവരും കുറച്ച് പ്രയറും കാര്യങ്ങളൊക്കെ ചെല്ലാനുള്ളതൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കും. അങ്ങനെയാണ് നോർമലി. അപ്പോൾ അതാ മോള് പിസ്സ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ബ്രെഡ് പിസ്സ. നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അവർ 2 മാത്രമേ കഴിച്ചോളൂ കേട്ടോ.
കസുംതു ബിക ആമൻതു വഅലൈക തവക്കൽതു വഅലാ റിസ്കിക അഫ്തദു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ചായ, വെള്ളം, ഫ്രൂട്ട്സ്, പിന്നെ സ്നാക്ക് ഉണ്ടെങ്കിൽ അത് ഇത്രയും കഴിച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഹസ്ബൻഡ് പള്ളിയിലൊക്കെ പോകും. അത് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. തറാവീഹ് കഴിഞ്ഞല്ല, അതിന് മുന്നേ കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഫുഡ് കഴിച്ചാൽ പിന്നെ ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ ഇനി ഇടയത്താഴെ കഴിക്കുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഉടനെ തന്നെ വേണമെന്ന് പറയും കേട്ടോ. അവർ ചിലപ്പോൾ നിസ്കരിച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഉടനെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അപ്പോൾ തന്നെ തരാൻ പറയും. അപ്പം മക്കൾക്ക് രണ്ടുപേർക്കും പ്രോൺസ് ബിരിയാണി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രണ്ട്, നമ്മുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട് ഇഫ്താറിനുള്ള ഫുഡെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതാണ് കഴിച്ചത്. അത് പക്ഷേ എക്സ്ട്രാ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസത്തേക്കൂടെ കൂടി നമുക്ക് സ്നാക്സും റൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും. നമസ്കാരം.